VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. പാണ്ടിക്കാട് പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവജന പ്രക്ഷോഭവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള അതേ നിലവാരത്തിലുള്ള അതേ ക്വാളിറ്റിയുള്ള അതേ കമ്പനിയുടെ അതേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ഒരു വെളിച്ചം ആർക്കും വേണമെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. KCBയുടെ അനുമതി എടുത്താൽ മതി. അങ്ങനെ അനുമതിയെടുത്ത് സ്ഥാപിക്കാൻ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറയുന്നത് 500-600 രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു സംഖ്യയാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഈ ലൈറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ പഞ്ചായത്തിനകത്തേക്ക് കൊടുത്തിട്ടുള്ള ബില്ലിൽ 2850 രൂപയാണ് ഒരു ബൾബിന് ബില്ലിട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, 500 രൂപ വരുന്ന ഒരു ബൾബ് സ്ഥാപിക്കാൻ 2800-ലധികം രൂപ ബില്ലിട്ട് കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ വരുമാനത്തിൽ നിന്ന് അടക്കുന്ന നികുതി പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കമ്മീഷൻ പറ്റാൻ വേണ്ടിയുള്ള പദ്ധതി പാണ്ടിക്കാട് പഞ്ചായത്ത് വെക്കുന്നു. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഇങ്ങനെ ഈ ബില്ലിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കുകയാണ്. ആ പണം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് സമർപ്പിക്കുകയാണ്. പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് വലിയ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ആ ബോർഡിനകത്ത് ആ ബില്ല് അനുവദിക്കാൻ തയ്യാറായില്ല. തൽക്കാലം ആ ബില്ല് മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടായി. അംഗീകൃത കമ്പനികളെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വാങ്ങി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രക്ഷോഭം നടത്തിയത്. പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും പ്രവർത്തനരഹിതമായ സാഹചര്യമാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം മനുദാസ് NT അധ്യക്ഷത വഹിച്ചു. പാണ്ടിക്കാട് മേഖലാ സെക്രട്ടറി ഷിജു PK, റോഷൻ ചെമ്പ്രശ്ശേരി, VK ദൃശ്യ, P റഹീം, M ലിബിൻ, M മിഥുൻ, മിൻഹാജ്, NT സുരേന്ദ്രൻ, K വിജയകുമാരി, നിജാസ് V, C അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.